ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെറും മാമ്പഴ പുളിശ്ശേരി അല്ല, നമ്മൾ 1 മന്തായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാമ്പഴം പ്രിസർവേഷനെയൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. ഞാനിതേ നമ്മൾ മാമ്പഴം പ്രിസർവ് ചെയ്ത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ മാമ്പഴത്തിൻ്റെ ആ ഒരു രുചി ഒന്നും മങ്ങാതെ തന്നെ കിട്ടുവേ. അങ്ങനെ അത് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അരപ്പിനായിട്ട് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ജീരകം എടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. നമ്മൾ പിന്നെ തൈരും കൂടി ഉടച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരുപാടങ്ങ് വെള്ളമായി പോവും. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം തൈര് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവേ. ഇനി നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ അല്ലാതെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴേക്കും മാങ്ങയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതായിട്ടുണ്ടല്ലേ. പക്ഷേ ഇത് നമ്മൾ എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ അധികമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അത് നന്നായിട്ട് വെന്തത് തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് കടുക് വറുത്തങ്ങ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും എണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ചെറിയുള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴമാണ് കേട്ടോ. ആ ഒരു മാമ്പഴം 4 എണ്ണം നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് വഴറ്റുമൊന്നും വേണ്ട, വേവിച്ചെടുക്കുകയും വേണ്ട. പെട്ടെന്ന് തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. 2 മിനിറ്റോളമൊക്കെ നമ്മൾ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അരപ്പ് അതിലേക്ക് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ ഈസി ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മാമ്പഴമൊക്കെ വേവിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് താമസമൊക്കെ വരുമല്ലോ. ഇത് നമ്മൾ നന്നായി ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ എണ്ണയിൽ ജസ്റ്റ് ഇടുക, ഒന്ന് വഴറ്റിയെടുക്കുക, അരപ്പ് ചേർക്കുക, അത്രയും മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റുവേ. അപ്പോൾ ഈ ഒരു മാമ്പഴം പ്രിസർവ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കി ഒരുപാട് മാമ്പഴമൊക്കെ കിട്ടുമ്പോഴേക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്ത് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ആൻഡ് ഈസി മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.